അങ്ങനെ അതാ സ്കൂളൊക്കെ അടച്ചു, വേനൽ മഴയും കിട്ടി തുടങ്ങി. മഴ ആയതുകൊണ്ട് ഈ പച്ച മാങ്ങയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറിടാനിപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി വിഷുവിൻ്റെയൊക്കെ ഓരോ തിരക്ക് കാണാം അല്ലേ. ഇന്ന് സംക്രാന്തിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണി വയ്ക്കാനുള്ള സാധനങ്ങൾ രാവിലെ തന്നെ പോയി മേടിച്ചിട്ടുണ്ട്. പിന്നെ കണിക്കൊന്നയൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെയിൽ കാരണമൊക്കെ വാടിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ വെള്ളമൊക്കെ ഒന്ന് തളിച്ച് വെക്കണം. പിന്നെ മാല കെട്ടാനുള്ള തുളസിപ്പൂവ്, കണിവെള്ളരി, അങ്ങനെ എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വിഷുവിന് നമ്മൾ വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല. കണിക്ക് ആവശ്യമുള്ളത് മാത്രം ഒരെണ്ണം വീതം മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഓരോന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇനി ചക്ക വേണം, പിന്നെ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്, ചക്ക വേണം ഇനി. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പോകണം കേട്ടോ. നമുക്ക് വീട്ടിൽ ചക്ക ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചോദിക്കണം. അപ്പോൾ ഇതാ പഴുത്ത മാങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട്. ഇത് ആദ്യം ഉണ്ടായ മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഴുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മോൾക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് പോരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് മഞ്ചാടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങയ്ക്കും ഒക്കെ പോയപ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങനെ മഞ്ചാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുളസിയുടെ ഇലയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് മാല കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതൊക്കെ നമുക്ക് ഒരുപാട് പണികളുണ്ട്. ഇനി കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ പുറത്തുനിന്ന് ഒരു ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ അത് കഴിക്കുകയാണ്. ഇനി വൈകുന്നേരം കുറച്ച് പടക്കങ്ങളൊക്കെ മേടിച്ചിട്ട് വരണം. അപ്പോൾ അതിനൊക്കെ പോകേണ്ടതുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഫുഡ് ഉണ്ടാക്കില്ല. നമ്മൾ രാത്രി എന്തായാലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അങ്ങനെ അതാ പടക്കമൊക്കെ മേടിച്ച് പോന്നു. അപ്പോഴാണ് ഇനി വിഷുക്കോടി ഒന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ. അപ്പോൾ പിന്നെ പടക്കം മേടിച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ വിഷുക്കോടിയൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മോൾ കുറേ ദിവസമായി അവൾക്ക് ക്രോപ്പ് ടോപ്പ് തയ്ക്കാൻ തുണി വേണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ആൾ. പിന്നെ അതൊക്കെ ഒന്ന് മേടിച്ച് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ശ്രീകൃഷ്ണപുരം പോയതായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ മെറ്റീരിയൽസൊക്കെ എടുത്തു. ഞാനൊരു സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പിന്നെ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഇനി അപ്പമൊക്കെ ഉണ്ടാക്കണ്ടേ, നെയ്യപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ പണി. അങ്ങനെ അതൊക്കെ റെഡിയായി. അപ്പോഴേക്കും പിന്നെ കുട്ടികൾക്ക് പടക്കമൊക്കെ പൊട്ടിക്കേണ്ട ഒരു ആഘോഷം തുടങ്ങാനായല്ലോ. എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേക്കും ഇവർക്കും ധൃതി. അങ്ങനെ പടക്കമൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണിക്കൊന്ന നമ്മളിങ്ങനെ വന്ന് കയറുന്ന സിറ്റ് ഔട്ടിൽ തന്നെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ നല്ല വൈബായി. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കമ്പിത്തിരി, പിന്നെ പൂക്കുറ്റി, അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ കത്തിച്ച് തുടങ്ങി. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ പേര് വേണം, അപ്പോഴല്ലേ ഇതിനൊക്കെ ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. നമ്മളിത് 4 പേര് മാത്രമല്ലേ ഉള്ളൂ. പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ നല്ല കുറേ പേര് വേണം, അപ്പോഴേ രസം. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോകുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. ഇങ്ങനെ പൊട്ടിച്ച് തുടങ്ങിയിട്ടോ. അപ്പോൾ ഇവർക്ക് നല്ല ത്രില്ലായിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാനായിട്ട്. അവർക്ക് ഒട്ടും പേടിയില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ കത്തിക്കാനായിട്ടൊന്നും പേടിയില്ല. അപ്പോൾ നമുക്കത് കാണുമ്പോൾ സന്തോഷമല്ലേ. നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർഷം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റും, അടുത്ത വർഷം പറ്റില്ല, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അടുത്ത വീടുകളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഒരു കൂട്ടർക്ക് പറ്റുമ്പോൾ മറ്റേ ആൾക്ക് പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു സമയമാണ്. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കണികളൊക്കെ ഒന്ന് റെഡിയാക്കണമല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കിടന്നു കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ കണിയൊരുക്കാണ് കേട്ടോ. ഇനി കണി കാണാം. കണി കാണലും നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് തറവാട്ടിലൊക്കെ പോയി കൈനീട്ടൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തലേദിവസത്തെ ആ ഒരു ഉറക്കക്ഷീണം കൊണ്ട് ഉച്ചയ്ക്കൊന്ന് കിടന്നുറങ്ങിയതായിട്ട് അത്ര ലേറ്റായത്, വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു. വീട്ടിലെത്തിയാൽ പിന്നെ ഫുള്ള് സൗണ്ട് ബഹളം ആകെ കൂടെയാവും കേട്ടോ. എല്ലാവരും കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണുന്ന ആ ഒരു സന്തോഷം, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള സന്തോഷം അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നത് അവരെല്ലാവരും കഴിക്കാൻ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ അമ്മ ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അമ്മേൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഇതാ ഒരുപാട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ അനിയന് ഇതിങ്ങനെ മേടിച്ചിട്ട് ഹോൾസെയിലും ആയിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി മേടിച്ച്. ഇവിടെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ആഘോഷമില്ല കേട്ടോ, വീട്ടിൽ ഇപ്രാവശ്യം ആഘോഷമില്ല. ജസ്റ്റ് വീടിൻ്റെ മുറ്റത്ത് നിറയെ കണിക്കൊന്നുള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് പുറത്ത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ വന്നപ്പോൾ അവർക്കൊരു ഒക്കെ ആയിട്ട് ഒരു മൂകത വരുന്നത്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും ഒന്നാമത്തെ അപ്പോൾ ഞങ്ങൾ എല്ലാം ഓരോന്നോരോന്നും ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമൊക്കെ പേടിക്കാറുണ്ട്. ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ അതൊക്കെ പെട്ടെന്ന് സൗണ്ട് ഞങ്ങൾ ചെവി പൊത്തി പിടിച്ചായിരുന്നു. ഇപ്പോൾ കുട്ടികളാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അത്ഭുതപ്പെട്ട കുട്ടികളൊക്കെ നല്ല ധൈര്യമുള്ള കുട്ടികളാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് പൊട്ടിക്കുക. അപ്പോൾ നല്ല രസമാവുമല്ലോ കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഗ്രൗണ്ടിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. പിന്നെ ഫുൾ അവിടെ ആയിരുന്നു. എല്ലാവരും വെക്കേഷനായി എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും തിരിച്ച് പോകേണ്ട ഒരു ഇതായിരുന്നു. 2 ദിവസത്തെ ലീവിനൊക്കെയാണ് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഓരോ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാവുകൊണ്ട് തന്നെ ആർക്കും ലീവ് ഒന്നുമില്ല. എല്ലാവർക്കും തിരിച്ചു പോകണം. എന്നാലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിലും നമുക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത്ര വിലപ്പെട്ടതാണല്ലേ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു വിഷുവായിരുന്നു ഇത്തവണയും. ആഘോഷങ്ങളൊക്കെ കുറവാണെങ്കിലും ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു വിഷു തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു വർഷത്തെ വിഷുവും അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇത് തീരുന്നുണ്ടായിരുന്നില്ല, ഒരുപാടുണ്ടായിരുന്ന സംഭവം. ഞങ്ങൾ കത്തിച്ചിടും തീരുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ ഈ പൊട്ടിച്ച് കത്തിക്കാൻ അവരൊരു മത്സരമാണ്. ഞാൻ കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഭയങ്കര ത്രില്ലായിട്ടിരിക്കുകയാണ്. എനിക്കൊക്കെ അതിനടുത്ത് പോകാൻ തന്നെ പേടിയായിരുന്നു കേട്ടോ. കത്തിക്കില്ല എന്നാലും നമുക്കൊരു ജസ്റ്റ് പേടിയല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. എല്ലാവരും ഇന്ന് ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ. രാത്രി ആയപ്പോഴേക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് ഉറക്കമില്ലല്ലോ. അവർ ലൂഡോ കളിക്കുന്നു ഒരുപാട് നേരം. 11-12 മണി വരെ ഇവർ ലൂഡോ കളിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം പിന്നെ ഇവർ റീൽസ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമായിരുന്നു അവർക്ക്. വിഷുവിന് ഇവർ രണ്ടുപേരും ഒരുമിച്ച് റീൽസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമാണ് കേട്ടോ അതൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കണിക്കൊന്നുണ്ട് എന്നുള്ളത്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പൂവ്. അപ്പോൾ ഞങ്ങൾ വിഷുവിൻ്റെ അടുത്തുള്ള കുറേ ഫോട്ടോസൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് നമ്മുടെ അമ്മ വീട്ടിൽ പോയ ഓരോരോ ഓർമ്മകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കൾക്കും അവരുടെ വലുതാവുമ്പോൾ അവരുടെ കുട്ടിക്കാലം എന്ന് പറയാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ നമ്മളവർക്ക് വേണ്ടി മാറ്റി വയ്ക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ അവരുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. അവരേതെങ്കിലും എത്രയോ വർഷം കഴിഞ്ഞിട്ടും അവർക്കതൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.